നമസ്കാരം. ഇന്ന് സിനിമാ വിശേഷങ്ങളിൽ ആലിയയുടെ ഡയറക്ടർ കൃഷ്ണപ്രിയയാണ് എന്നോടൊപ്പം ഉള്ളത്. കൃഷ്ണപ്രിയ, എന്താണ് ആലിയയുടെ വിശേഷങ്ങൾ? ശരിക്കും സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ട്രഗിളിലൂടെയാണ് പോകുന്നത് മലയാള സിനിമ. അതിലേക്ക് പ്രിയ എങ്ങനെയാണ് ഒരു ഡയറക്ടറാകാൻ വേണ്ടി ഒരു ജമ്പ് ചെയ്തത്? അതിൻ്റെ ഒരു സ്ട്രഗിൾ. ആക്ച്വലി കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. 2020 കോവിഡ് സമയത്ത്, കോവിഡ് കഴിഞ്ഞ് ഏകദേശം ആയപ്പോഴത്തേക്ക് എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം 7th ഡേ മരിച്ചതിൻ്റെ ആഫ്റ്റർ 7th ഡേ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കും, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് എനിക്ക് എൻ്റെ ഡൈനിങ് റൂമിൽ ടേബിളിൻ്റെ അവിടെ ഞാൻ ഇരിക്കുക. അപ്പോൾ ജനൽ അപ്പുറത്തൊരു ജനൽ തുറന്നിട്ട്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മഴ പെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് എഴുതണമെന്ന് തോന്നി. പെട്ടെന്ന് വർഷങ്ങളെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയാലും ഇംഗ്ലീഷിൽ എഴുതും, അല്ലെങ്കിൽ മംഗ്ലീഷ്. കൂടുതലും അങ്ങനെയാണ്. ഇടയ്ക്ക് കുറച്ച് മലയാളം കയറും, ബാക്കിയൊക്കെ ഇംഗ്ലീഷിൽ കയറും, ചിലപ്പോൾ ഫുൾ ഇംഗ്ലീഷിൽ. അങ്ങനെ തോന്നാറുണ്ട്. വല്ലപ്പോഴും എഴുതിയിടും, അത്രേ ഉള്ളൂ. പക്ഷേ ആരെയും കാണിക്കാറുമില്ല, ഒന്നും ചെയ്യാറുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് എഴുതണം തോന്നി. ഞാൻ അവിടെ കിടന്നൊരു ജസ്റ്റ് റഫ് പേപ്പർ, ഒരു പേന കിട്ടി, അതിലെങ്ങോട്ട് എഴുതി. വിത്തിൻ 20 മിനിറ്റ്സിനുള്ളിൽ ഞാനത് എഴുതി കഴിഞ്ഞു, ഒരു കവിത. പക്ഷേ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നത്, അപ്പോൾ എൻ്റെ ജസ്റ്റ് അടുത്ത് ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എഴുതി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലൊരു അക്ഷര തെറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാമല്ലോ, ചിലർക്ക് എനിക്ക് തന്നെ മനസ്സിലാവും നമുക്ക് അക്ഷര തെറ്റ്. അപ്പോൾ എനിക്ക് ഇതിന് ഒരു മിസ്റ്റേക്കില്ല ഞാൻ എഴുതിയത്, ഇത് ഞാനാണോ എഴുതുന്നത്? എനിക്കൊരു ഡൗട്ട്. കാര്യം ആഫ്റ്റർ ലോങ് 20 years ഇപ്പം ഭാഷ കയ്യിലേക്ക് ഞാൻ മറന്നിട്ട് തന്നെ എൻ്റെ 15th ഇയറിൽ മറന്നിട്ട് ആലോചിച്ച് നോക്കും. ഇപ്പം 25 ഇയേഴ്സോളം ആയിട്ട് ഞാനിത് ഓർക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം എഴുതാൻ എനിക്ക് പറ്റില്ല. അത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇമ്മീഡിയറ്റ്ലി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, അത് മ്യൂസിക് ചെയ്യണമെന്ന് എനിക്കിങ്ങനെ തോന്നുകയാണ്, ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ ഞാനത് ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ പുള്ളിക്കാരത്തേക്ക് അയച്ചു, വാട്സപ്പ് ചെയ്തു. അല്ലെങ്കിൽ ഞാനൊരിക്കലും വിചാരിച്ചില്ല ഇതൊക്കെ പാട്ടായി വരുന്നത്. അങ്ങനെ പാട്ടായി വന്നു. പിന്നെ അത് വിഷ്വലൈസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വിഷ്വലൈസ് ചെയ്യണം തോന്നിയപ്പോഴത്തേക്കും ആക്ച്വലി എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓക്കെ, കുറേ ഡാൻസും പ്രോഗ്രാംസും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ഞാൻ, വർഷങ്ങളോളം, 25 years വരെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കാം. അപ്പം ഞാൻ ഓരോരുത്തരെയായിട്ട് വിളിച്ചു, നിങ്ങൾ വന്ന് അഭിനയിച്ചു തരൂ ഇതിന്, അങ്ങനെയൊക്കെ. അങ്ങനെ ബുക്ക് ചെയ്യും, പോവും, മിസ്സാവും. അങ്ങനെ 4 മാസം. അത് കഴിയുമ്പോൾ എൻ്റെ സ്റ്റാഫുണ്ട്, പുള്ളിക്കാരത്തെ എന്നോട് ചോദിച്ചാൽ അൽഫോൺസ്, പുള്ളിക്കാരത്തെ വന്നതിനോട് ചോദിച്ചു, മാം ഞങ്ങളൊക്കെ അഭിനയിക്കട്ടെ, ടീച്ചേഴ്സ് എല്ലാവരും, ഞങ്ങൾക്കൊരു പാട്ടാവുമല്ലോ, ഞാൻ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ഒരു ക്യാമറ ടീമിനെ അറേഞ്ച് ചെയ്യും. പിന്നെ അപ്പം ഞാൻ പറഞ്ഞാൽ ഓക്കെ, അപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യാം, നിങ്ങളെല്ലാവരും കൂടെ അഭിനയിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്നോട് ഞാനും നല്ല രീതിയിൽ വേഷം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എഴുതാൻ മാത്രമേ നിങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി, ബാക്കിയൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാമെന്ന്. അങ്ങനെ ഒരു ഫസ്റ്റ് ഇത് തുടങ്ങുന്നു. പിന്നെ അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് സോങ്സായി, എനിക്കൊരു 17 സോങ്സോളമായി. പിന്നെ ഷോർട്ട് ഫിലിംസ്, അപ്പം കുറേ അവാർഡ്സിന് അയച്ചു. അത് കഴിഞ്ഞപ്പോൾ ഷോർട്ട് ഫിലിംസ് ആയിക്കഴിഞ്ഞാൽ അതിനും കൂടെ 1 കൊടുക്കാം. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റിങ്ങിലേക്ക് തുടങ്ങി. ഞാൻ പിന്നെ സ്ക്രിപ്റ്റിംഗ് തുടങ്ങി. അതിന് ചെറിയ ഷോർട്ട് ഫിലിംസ് എടുത്തു, അതിലും അവാർഡ്സും ഒക്കെ കിട്ടി. അപ്പോൾ ഈ കുറേ അവാർഡ്സ് ആയി കഴിയുമ്പോൾ പിന്നെ അടുത്തെന്ത്, എന്താ നെക്സ്റ്റ്? അപ്പോൾ സിനിമ. അങ്ങനെയാണ് ശ്രീലങ്കൻ സുന്ദരി സിനിമയിലേക്ക് കിടക്കുന്നത്. അത് പക്ഷെ അപ്പോഴും ഞാനത് ഡയറക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. നമ്മളൊരു ഡയറക്ടറെ കൊണ്ടുവന്ന് ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഡയറക്ടറെ കൊണ്ടുവന്നു, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും നടന്നില്ല. ഒരു 5th ഡേ ആയപ്പോഴത്തേക്ക് മനസ്സിലായി വന്ന ആളെക്കാളിലും ബെറ്റർ ഞാനാണ്. അങ്ങനെ അപ്പം ഞാൻ അതെ, നമ്മുടെ കൂടെയുള്ള കോ പ്രൊഡ്യൂസറും ഒക്കെ പറഞ്ഞു, എന്തിനാ എല്ലാവരുടെയും തലയിൽ ചുമന്ന് വയ്ക്കുന്നത്, അവരൊന്നും നമുക്ക് വേണ്ടി പണിയെടുക്കില്ല, അവർക്ക് കാശ് കിട്ടുക, അവർ പോവുക, അത് അവർ ചിന്തിക്കത്തുള്ളൂ. മീൻസ് നമുക്കൊക്കെ ഡെഡിക്കേഷൻ ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ UAE-യിലുള്ളവരെ ഒരു ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആണ്. നമ്മളൊരു കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൈസയെക്കുറിച്ചായിരിക്കില്ല ആ സമയത്ത് ചിന്തിക്കുന്നത്. നമ്മുടെ പാഷനായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ആദ്യം അത് ചെയ്യും, അതിന് ശേഷം പൈസ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കും അല്ലേ. പക്ഷെ നമ്മളുടെ പ്രൊഫഷണൽ ജോബിനാണ് നമ്മളത് പൈസ ഇന്നതാണ് എന്ന് പറഞ്ഞ് മേടിക്കുന്നത് അല്ലേ, വരുന്നത്. അതെ. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് നമ്മൾ ഓടിപ്പോയി ചെന്ന് ചെയ്തു കൊടുക്കും. അപ്പൊ ഞാൻ എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. എനിക്ക് ഓരോ പോയിന്റ് വ്യക്തമായി അറിയാൻ പറ്റും, ഏത് പോർഷൻ എങ്ങനെ വേണം, ആരും എങ്ങനെയായിരിക്കണം അത് പെർഫോം ചെയ്യുന്നത് എന്ന് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ നമ്മുടെ മനസ്സിലാണ് കിടക്കുന്നത്. അത് തീർച്ചയായിട്ടും അതൊരു ഡയറക്ടർ. നമ്മള് ഇപ്പൊ മലയാള സിനിമയെ കുറിച്ച് ചിന്തിക്കും, നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പറയുന്നുണ്ട് ഡയറക്ടറായിട്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് 10 കൊല്ലം 20 കൊല്ലം ഒക്കെ നിന്ന് എന്നിട്ടൊരു ഡയറക്ടറാണ്. നമ്മളുടെ മനസ്സിലൊരു സംഭവമാണ്. ഇപ്പൊ നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ അറിയാമെങ്കിൽ, നമ്മളിപ്പോൾ ആരും പഠിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും ഇല്ലേ. നമുക്കതൊന്ന് ഗൈഡ് ലൈൻസ് മാത്രം മതിയായിരിക്കും ഒരു ഗുരുവിൻ്റെ. ഒരു ഗുരു കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇനി ഇതൊന്നും നമുക്ക് കിട്ടാൻ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് അങ്ങ് ചെയ്യുക. ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾക്ക് സഹായിക്കാൻ വേറെ ആരെങ്കിലും വരും എന്ന് പറഞ്ഞോ, നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടുന്നോ ചിന്തിച്ചിരിക്കരുത്.
നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് നിങ്ങളത് ചെയ്യുക. ഈ ആലിയുടെ ഷൂട്ടിംഗ് ശരിക്കും എവിടേക്കാണ് നടന്നത്? ഇത് കന്യാകുമാരി, പിന്നെ നാഗർകോവിൽ, പിന്നെ UAE ഷാർജ, UAE അബുദാബി, ഷാർജ, ദുബായ്. ഈ ഇത്രയും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് ചെയ്തിട്ടത് പിന്നെ ഈ ടീമുമായിട്ടിരുന്ന് എഡിറ്റിങ്, അങ്ങനെ അതിൻ്റെ പിന്നിൽ ഒരു യാത്ര തന്നെ ഉണ്ടായിരുന്നു. ഓരോ സമയവും മനസ്സിലുണ്ടായ ആ ടെൻഷനുകൾ എന്തായിരുന്നു? തുടങ്ങി എന്ന് തന്നെ ടെൻഷൻ വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് വെച്ചാൽ, പക്ഷെ തുടങ്ങിയതിൻ്റെ അടുത്ത ദിവസം മുതൽ എനിക്ക് കാലുവേദന തുടങ്ങി. അതായിരുന്നു ഫസ്റ്റ് പ്രോബ്ലം. എന്താണെന്നറിയില്ല, സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് സഹിക്കാൻ പറ്റാത്ത കാലുവേദന. പക്ഷെ അത് എനിക്ക് തോന്നുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ വരെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം മുതൽ എനിക്കത് കുറഞ്ഞു തുടങ്ങി. എന്താ എനിക്ക് പറയാറിയില്ല. ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു. 4 ഡോക്ടേഴ്സ് ഉണ്ട്. മദ്രാസിലൊക്കെ പോയി, ചെന്നൈയിലൊക്കെ പോയി കാണിച്ചു. അവരെല്ലാവരും നോക്കിയിട്ട് എക്സ്റേ എടുക്കുന്നു, MRI സ്കാനിങ് വരെ ലാസ്റ്റ് പറഞ്ഞു. ആൾക്കാർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണ് അസുഖമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു അമ്പലത്തിലേക്ക് കയറി ചവിട്ടി തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ കാലുവേദന പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ കാലുവേദന ഉണ്ടായിട്ടില്ല. അതായിരുന്നു ശരിക്കും തുടക്കം മുതൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഈ കാലുവേദനയായിരുന്നു. അത് ഈ ആക്ച്വലി സാറ്റിക് ആയിരിക്കാം, എനിക്കറിയില്ല. ബട്ട് എന്താണെന്നറിയില്ല, ടു ഡിഫിക്കൾട്ടായിരുന്നു. അപ്പം ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ നടക്കുമ്പോഴത്തേക്കും ഒറ്റ കാലിൽ വെച്ചൊക്കെ നടന്നതിന് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ടീമിൽ പറയും, എന്നെ കളിയാക്കിയത് കൊണ്ട് ഞാൻ പറയുന്നത്, മീൻസ് നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ടോ. അപ്പം ഇവർക്ക് വേറെ പണിയുന്നില്ല, ഈ കാല് വീയെങ്കിലും ഇതൊക്കെ നടക്കാമെന്ന്. നമ്മളുടെ ഒരു പാഷന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും അല്ലേ, എന്തും ചെയ്യും എന്നുള്ളതല്ല, നമ്മൾ അതിന് വേണ്ടി കഷ്ടപ്പെടും. ഇപ്പം മൗണ്ട് എവറസ്റ്റ് ആണ് കയറണമെങ്കിൽ എവറസ്റ്റ് അല്ലേ, ചെറിയ ചെറിയ മൗണ്ടൻസ് കയറിയതിന് ശേഷമാണ് മൗണ്ട് എവറസ്റ്റിൽ എത്താൻ പറ്റും. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇതൊരു സിനിമ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹമെങ്കിൽ നമ്മൾക്ക് ആ ബോഡി പെയിൻ ഒന്നും നമ്മൾ ചിന്തിക്കില്ല. പണിയാണെങ്കിലും നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളത് വർക്ക് ചെയ്യും. അപ്പോൾ എനിക്കത് നിർബന്ധമാണ്. കാര്യം എനിക്ക് സ്കെഡ്യൂൾ ചെയ്യുന്ന ടൈം ലൈക്ക് 10 ദിവസം ഞാൻ 10 ദിവസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സിനിമ രീതിയും ഇവിടുത്തെ ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന രീതിയാണെങ്കിൽ, നാട്ടിലുള്ള രീതി എന്ന് പറഞ്ഞാൽ അവർക്കൊരു 50 ദിവസം 60 ദിവസം 70 ദിവസം അങ്ങനെ ഒരു ലെത്താർജിക് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഉഴപ്പിയിട്ട്, ഞാൻ സത്യമായിട്ടും പറയുന്നതാണ്, ഉഴപ്പിയിട്ടുള്ള രീതിയാണ്. നമുക്കങ്ങനെയല്ല. പെട്ടെന്ന്, അതായത് നമ്മളിപ്പോൾ ലൊക്കേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ അന്ന് എടുക്കാനുള്ള സീൻസ് കഴിവതും എടുത്തു തീർക്കുക എന്നുള്ളതാണ്. പിന്നെ ഇനി ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിൽ ഞാനതും കട്ട് ചെയ്യും, ആ സീൻ ഉൾപ്പെടെ കട്ട് ചെയ്യും, അടുത്തതിലേക്ക് പോകും. എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ള കാര്യം സ്ക്രിപ്റ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കുറച്ച് പേര് മീറ്റ് ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റ് തരാം, നിങ്ങളത് ചെയ്യോ എന്നുള്ള. തീർച്ചയായിട്ടും ഇപ്പം 2ാമത്തെ സിനിമയാണ് ഇപ്പം ആലിയായിട്ട് റിലീസാകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പം പുതിയ തിരക്കഥയൊക്കെ എഴുതി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഗൾഫിൽ തന്നെ ചിത്രീകരിക്കണം, ഗൾഫിൽ ഒരു സിനിമ എടുക്കണം, അങ്ങനെ വന്ന് സമീപിച്ച എന്താണ്? സമീപിച്ചാൽ ചെയ്തു കൊടുക്കുമായിരിക്കണം ഞാൻ. കാര്യം ഇപ്പം എൻ്റെ വർക്ക് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. കാര്യം തന്നെ എൻ്റെ തന്നെ സ്റ്റോറി എനിക്കറിയാൻ നന്നായിട്ട്. അവരുടെ സ്റ്റോറി ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷേ എൻ്റെ സ്റ്റോറി ഞാൻ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം നമ്മൾ സ്റ്റോറി അങ്ങനെ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കാഴ്ചപ്പാട് വേറെയാണ് അല്ലേ. അപ്പോൾ ആ കാഴ്ചപ്പാടിലൂടെ ഒന്നുകിൽ നമ്മൾ ചേഞ്ച് ആവാൻ വേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. എനിക്ക് ഡയറക്ഷൻ, കാര്യം കുറേ ഇപ്പോൾ ഡയറക്ടർ എന്നുള്ള രീതിയിൽ വാട്ട് ഈസ് ദ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദ ഹോൾ തിങ് വി ഹാവ് ടു ഡു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ചെയ്തിട്ട് പോയാൽ മതി, അത് ഇങ്ങനെ സീൻസ് എടുത്തോ എന്ന് നോക്കിയാൽ മതി. ചിലപ്പം സാഹചര്യത്തിനനുസരിച്ച് മാറ്റേണ്ട ഓപ്ഷൻസ് വരും, അവരതിന് വില്ലിങ് ആവണം, ചെയ്യണം. പിന്നെ ഈ ഡയറക്ടറാണ് തുടക്കം മുതൽ ലാസ്റ്റ് വരെ. ഇത് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഫിലിം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ ഡയറക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. തുടങ്ങുന്നു അവസാനം വരെ ഡയറക്ടർ മാത്രം എല്ലാത്തിനും ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു പ്രശ്നം ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ UAE-കാരായതുകൊണ്ട് നമ്മളെ കൂടെ ആരും അങ്ങനെ കൂടെ നിൽക്കത്തില്ല, സഹായിക്കത്തില്ല. നമ്മളെ കൂടെ, കാര്യം ഇവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഇപ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇന്ന് കൂടെ വർക്ക് ചെയ്യുന്നവർ നാളെ ഉണ്ടാവില്ല അല്ലേ. കാരണം തന്നെ ജോലിയിൽ നിന്നാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ പാഷൻ ഉള്ളത് കൊണ്ട് മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്നത്. പിന്നെ ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ആഫ്റ്റർ 6 months നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ ഒന്നെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച്, ഇപ്പം എമിറേറ്റ്സ് ചേഞ്ച് ആയി ജോബിന്റെ കാരണമായിട്ട് പോകാം. അപ്പൊ നമുക്ക് അവരെ കിട്ടത്തില്ല, ജോബ് തന്നെ പോകും. അതെ, ഭാഗമാണ്. അപ്പൊ നമുക്ക് ഇവരെ നമ്മുടെ കൂടെ പിന്നെ കിട്ടത്തില്ല. അപ്പൊ എന്താ, നമ്മുടെ പാഷന് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നാട്ടിൽ നിന്നുള്ള ടീമാണെങ്കിൽ അവർക്ക് പറയുന്ന പോലെ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ല നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം, ഇവർക്കൊരു ധാരണയുണ്ട് നാട്ടിലുള്ള, ഞാൻ പിന്നെ ഡിഫറൻസ് പറയണേ, നാട്ടിലിരിക്കുന്നവരുടെ ചിന്ത അവർ ചെയ്യുന്നതും അവരുടെ രീതിയുമാണെല്ലാം ശരി എന്നുള്ളത്.
നമ്മൾ ഇൻ്റർനാഷണലി വർക്ക് ചെയ്യുമ്പം എനിക്ക് മനസ്സിലായത് നമ്മൾ കുറച്ചുകൂടെ ബ്രോഡായിട്ട് ചിന്തിക്കുന്നു, ബ്രോഡായിട്ട് കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡ് നോക്കി നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇവർക്കൊക്കെ ഒരു ഇത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മാറ്റില്ല. ഒരു ലൈൻ ഇട്ട, ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല, സ്ലീപ്പിംഗ് ലൈൻ ഇട്ട ആ സ്ലീപ്പിംഗ് ലൈൻ ഇതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ഇങ്ങനെ എന്നുള്ളത് ഞാനൊക്കെ ചിന്തിക്കുന്നത് ഈ സ്ലീപ്പിംഗ് ലൈൻ ഏതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നത്. ഒരു വരെ ആ വരെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അവരുടെ രീതി. ശരിക്കും നാട്ടിൽ പോയി ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും മോർ കംഫർട്ടബിൾ നമുക്ക് യു എയിൽ ഷൂട്ട് ചെയ്യണം. പിന്നെ യു എയിലെ ആർട്ടിസ്റ്റും ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. കാരണം പിന്നെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ബിക്കോസ് യുനോ കൃഷ്ണപ്രസാദ് സാറ്, ഇവർ എന്താ പറയുക, ലതാദാസ്, ഇവരൊക്കെ ഉണ്ടല്ലോ വളരെ, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ്. മീൻസ് മറ്റേ മണക്കാട് ലീല ചേച്ചി, കൃഷ്ണപ്രസാദ് സാർ പോകുമ്പം ഫിലിം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ, ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സാറ് എന്നോട് പറഞ്ഞേ, കൃഷ്ണപ്രിയ എനിക്കൊരു കാര്യം പറയാനായിട്ട് തന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എന്നോട് പറയാം. ഞാൻ ആക്ച്വലി സാറായിട്ട് അങ്ങനെയൊന്നും അടുത്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഞാൻ പറയും, സീൻസ് പറയുന്നു, അത്രേ ഉള്ളൂ. പേഴ്സണലി ടോക്സ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ സാർ എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു 6-7 ഡേയ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ 6-7 ദിവസം ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. അതായത് അവർ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് എനിക്ക് പോകുമ്പോൾ കരച്ചിൽ വരികയാണ്. ഞാൻ ഇത്രയും നാൾ സിനിമയിൽ അഭിനയിച്ചിട്ട് വർഷങ്ങളായിട്ടുള്ള, അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കൊരു ഫാമിലി ഫീല് തോന്നിയിട്ടുള്ളത്. അത് തന്നതിന് ഒരുപാട് താങ്ക്സ്. അഭിനയിക്കാൻ വിളിച്ചതിൽ ഒരുപാട് താങ്ക്സ്. ഞാൻ പറഞ്ഞു സാറിന് അത്രയും സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. കാര്യം എനിക്കിതിലൊന്നും മീൻസ് ഉൾക്കൊള്ളാനോ ഉൾപ്പെട്ട് അവരുമായിട്ട് സംസാരിക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. കാര്യം നാളെ ഇത് തീർക്കണം, നാളത്തെ ഇത് പിന്നെ എഡിറ്റ് കാണണം, കാര്യം സ്പോട്ട് എഡിറ്റ് കാണണം. ഇതൊക്കെ ഒരു എന്താ പറയുക, നമുക്കിതൊക്കെ മാത്രമാണ് ചിന്ത. അപ്പോൾ ഇവരുടെ ഒരു സ്പേസ് കിട്ടിയിട്ടില്ല എനിക്ക്. പക്ഷെ ആ സാറ് എന്നോട് വന്ന് ലാസ്റ്റ് അത് പറയുമ്പം ശരിക്കും സാറ് ഞങ്ങളുടെയൊക്കെ കണ്ണ് നിറയാണ്. ഞങ്ങൾക്ക് പോകാൻ ഇഷ്ടമല്ല. ഈ 6-7 ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ച് നിന്ന ഫീലാണ്. ആ ഒരു ബോണ്ടിങ്ങിന്, അതായത് ജോബി ചേട്ടൻ ഉണ്ടായിരുന്നു, പഴയ ഫിലിമിലെ ജോബി ചേട്ടന്, ആളും ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ജോബി ചേട്ടന്, പിന്നെ കൃഷ്ണപ്രസാദ് സാറ്, മണക്കാട് ലീല ചേച്ചി, ലതാദാസ്, പിന്നെ ആരൊക്കെ ഉണ്ട്, ഇങ്ങനെ പഴയ ടീംസ് ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് അതൊരു വൈബായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്ത് ഒരു റൂമിൽ തന്നെ ഇരുന്ന് അവർ ഓരോ പഴയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. ഏതായാലും കുറേ നല്ല വിശേഷങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തത്. ഈ ആലിയ എന്ന സിനിമ ഒരു വൻ വിജയമാകട്ടെ. ആലിയയ്ക്ക് എല്ലാവിധ ആശംസകളും. വീണ്ടും കൃഷ്ണപ്രിയ എന്ന ഒരു ഡയറക്ടർ പുതിയ പുതിയ സിനിമകളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസയും.